ബാലകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ. സാർ നമസ്കാരം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് രോഗമായിരിക്കാം, അല്ലെ കാമഭ്രാന്തായിരിക്കാം. പക്ഷെ പബ്ലിക്കിന് കൊടുക്കുന്ന പണം തിരിച്ചു മേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ വളരെ ശരിയാണ്. ഞാൻ ഈ അങ്ങ് പറഞ്ഞതിന് 100% ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുത്ത നികുതിപ്പണം കൊണ്ട് കൈപ്പറ്റിയ ശമ്പളം ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു നീക്കം നടത്തണം. അതിനൊരു അങ്ങനെ ഒരു നിയമം നിയമസഭ ഉണ്ടാക്കണം. പിന്നെ കോൺഗ്രസ് വ്യക്തികൾ ന്യായീകരിക്കുന്നത് കോൺഗ്രസിന് പുറത്താക്കിയിട്ട് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ട് അദ്ദേഹം അവിടെ MLA ആയത്. കോൺഗ്രസിന് ആർജവം ഉണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം. ഞങ്ങൾ പുറത്താക്കി പബ്ലിക്കിന് ഇവർ മാനം കെടുക്കുന്ന കോൺഗ്രസ് ആഹ്വാനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ കൈപ്പത്തി അടിയാളെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ MLA ആക്കിയത്. കോൺഗ്രസിന് ഉൾപ്പുണ്ടോ? ശരി, ഓക്കെ. അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജൻ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിപ്പോ ഇതിൽ പറയാനുള്ള ഇത് പണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രോഗമല്ല. ഇതില് എന്താ വെച്ചാൽ ഈ തെറ്റായിട്ടുള്ളൊരു നിലപാടാണ്, തെറ്റുള്ള കാര്യമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഗവൺമെന്റിനെതിരെ ചങ്കൂറ്റത്തോടെ വെല്ലുവിളിക്കുക, പറ്റുമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യും, എന്നെ പൂട്ടാൻ നോക്കുക, പിണറായി വിജയ എന്നൊക്കെ വിളിക്കുമ്പോ ഒരു സാമാന്യ മര്യാദയുള്ള വ്യക്തിയാവണം. ഇപ്പൊ 2-3 വിഷയത്തിലാണ് ഇപ്പൊ ഇദ്ദേഹം പ്രതി. അപ്പൊ ഇതെന്താ വെച്ചാൽ ശരിയായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു കോൺഗ്രസ് പ്രവർത്തനാണെങ്കിൽ അത് വ്യക്തമായിട്ട് എന്റെ കയ്യിൽ തെറ്റുപറ്റിയില്ല, അങ്ങനെ വേണ്ട, ഈ കാലഘട്ടം അങ്ങനെയാണെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് ഈ കോൺഗ്രസ് അവന്റെ ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവോ സതീഷ് അവന്റെ ഒപ്പം നിൽക്കുന്നതിനല്ല ഉദ്ദേശിച്ചത്, ഇതിലുള്ള ആൾക്കാരുടെ ഇവർ വ്യക്തമായിട്ട് കോൺഗ്രസ് നിർത്തി പുറത്താക്കണം. അത് ചെയ്തില്ല. പിന്നെ ഇപ്പൊ കുര്യൻ ഈ അടുത്തൊരു വിഷയം ഒരു വേദിയില് കുര്യന്റെ ചെവിയിൽ ഇദ്ദേഹം എന്തോ സംസാരിക്കുന്നത്, അതിന് തൊട്ടു മുമ്പ് കുര്യൻ ഇവനെ തള്ളിപ്പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം മാറ്റി പറഞ്ഞു. അപ്പോ രാഹുലിന്റെ കയ്യില് കോൺഗ്രസിനെതിരെ, അതായത് നേതാക്കന്മാർക്കെതിരെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. കുര്യനെതിരെയുള്ള ഡീറ്റെയിൽ ഒക്കെ അങ്ങേക്കും അറിയായിരിക്കും, എനിക്കും അറിയായിരിക്കും. ശരി, അങ്ങയുടെ വീട് കുറുക്കഞ്ചേരിയാണോ? അല്ലല്ല, തൃശ്ശൂർ കമല ഹോസ്പിറ്റലിന്റെ പിൻവശം. കമല ഹോസ്പിറ്റലിൽ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു നേതാവിനെ നമ്മൾ തള്ളിപ്പറയില്ല, ഒരിക്കലും തള്ളിപ്പറയില്ല. പക്ഷെ നിലപാടുകൾക്ക് ഇത്തിരി ആണത്വം വേണം, അത്ര തന്നെ ഇതിന് പറയാനും. ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഷാജി കൊല്ലം എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഷാജി. നമസ്കാരം. എനിക്കൊരു മിനിറ്റ് തരണേ. പിന്നെ അല്ല, ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈകൃത സ്വഭാവത്തിന്റെ ഉടമയാണ് അദ്ദേഹം. പിന്നെ പലരും വന്ന് ഈ ചിലരുടെയൊക്കെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴേ നമ്മളെ ഈ VD സതീശൻ ഉൾപ്പെടെ, VD സതീശൻ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സ്ട്രോങ് ആയിട്ട് ഇദ്ദേഹത്തിനെതിരെ സംഘടനാ തലത്തിൽ നിന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെവിട്ടിലൊക്കെ വന്ന് പിന്നെ വൈകൃതമായിട്ടുള്ള കമന്റുകൾ ചെയ്യുന്നവരെ ഏറെക്കുറെയൊക്കെ നമ്മുടെ ഈ ചർച്ചയിലൂടെ ചിലരെയൊക്കെ കാണാൻ കഴിഞ്ഞു, അവരുടെ മുഖങ്ങളെ. അപ്പൊ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃകാ പുരുഷൻ, ഒരു പഞ്ചായത്ത് മെമ്പറായാൽ പോലും നമ്മൾ എത്ര പേര് നമ്മുടെ വീട്ടുകളിൽ വരും കാണാനായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ? ഇതിപ്പം അവർ പോയോ, ചിലർ ചോദിക്കുന്നത് വിളിച്ചുടനെ പോയതാണോ നമുക്കറിയത്തില്ല, ഈ പറയുന്നവർക്കും അറിയത്തില്ല. ഇവര് ഗ്രാജുവലായിട്ട് ഈ കണ്ണിങ് ആയിട്ടുള്ള ഈ മനുഷ്യൻ കണ്ണിങ് ആയിട്ട് ഗ്രാജുവലായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചു, സൗഹൃദം സ്ഥാപിച്ചു, പൈസ അങ്ങോട്ട് കടം മേടിക്കുന്നു, ഓരോന്നിനും സമ്മാനങ്ങളായിട്ട് മേടിക്കുന്നു. അങ്ങനെ അവര് സാമ്പത്തികം ഉള്ളിടത്തു നിന്നായിരിക്കാം ഒരുപക്ഷെ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ മേടിക്കുന്നു, അങ്ങനെ വിശ്വാസം ആർജിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ ചെന്നത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പലർക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോയതിലാണ് വിഷമം. ഒരു MLAക്ക് ചേർന്ന പണി, ഒരു MP-യുടെ വീട്ടില് ഇദ്ദേഹം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ള ഒരു ആരോപണമാണ്. ആ മുൻ MP ഇതുവരെ വാ തുറന്നിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.